ഇല്ല, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചത്. അലീനയും എങ്ങനെ ബസ്സിൽ വരുന്നത് സൗജന്യമായിട്ടാണോ? ഇടയ്ക്കൊക്കെ സൗജന്യമായിട്ട് വരുന്നത്. അതെങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ അതങ്ങനെ സൗജന്യം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചുകൂടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കായിരുന്നു എന്ന്. എങ്ങനെയാണ്? അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഇങ്ങനെ തന്നെ. കാരണം ഒരേ സമയം സ്ട്രഗിൾ ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട്. അപ്പോ ഈ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ സ്ത്രീകളുണ്ട്, ഒരുപാട് നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേസമയം ജോലി അന്വേഷിക്കുന്ന ആണുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ബസ്സിൽ പോയി വരുന്ന ആളുകളുണ്ട്. അപ്പം ഇത് ഈക്വലി കൊടുക്കുമായിരുന്നെങ്കിൽ അതിന് ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഏത് ജോലിക്ക് പോയാലും നമുക്ക് ഒരു 1000 രൂപ ശമ്പളം കിട്ടും. പുരുഷന്മാർക്കാണെങ്കിൽ 1000 ഒന്നുമില്ല, അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പൊതുഗതാഗത സംവിധാനമാണിത്. നമ്മുടെ പോലെ എല്ലാവരുടെയും നികുതിപ്പണം എടുത്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അലീന പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരും വലിയ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും സാമ്പത്തിക സ്ഥിതി ഉള്ള വീട്ടിലെ സ്ത്രീകളും ഒക്കെ ഈ ഒരു ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. പക്ഷെ അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ അതൊരു ഒരു തൊഴിലാളി സ്ത്രീകൾക്ക്, അതായത് ഇപ്പോൾ ഏത് നഗരങ്ങളുടെ ആയിരുന്നാലും അതിൻ്റെ അവിടെ നിന്നൊക്കെ ദൂരെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വന്ന് വീട്ടുജോലികൾ ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളികൾ, അവരുടെയൊക്കെ വേതനം വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രത്യേകമായിട്ടൊരു പഠനമൊന്നും നടത്താതെ ഒരു 2 മാസം കൊണ്ട് ഒരു എക്സിക്യൂട്ട് ചെയ്ത് അങ്ങ് നടപ്പിലാക്കിയ ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നിയത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് എത്രയൊക്കെ സ്ത്രീകൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് കുറച്ചുകൂടി സമയം എടുത്ത് പഠിച്ച് ഇതിന് എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരികയായിരുന്നെങ്കിൽ ഇതുപോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ പറ്റി പഠിച്ച് അവർക്ക് മാത്രമായിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പം റേഷൻ കാർഡ് ആണെങ്കിലും നമ്മൾ BPL, APL അങ്ങനെയൊക്കെ പറഞ്ഞ വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പം അതിൽ APL വിഭാഗത്തിന് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇതിലും അങ്ങനെ വരണമായിരുന്നു. കാരണം ഇപ്പം ഈ ഒരു പദ്ധതി വരുമ്പം ബസ്സിൽ നിറയെ ആളുകളാണ്. ഇപ്പം പ്രിവിലേജ്ഡ് ആയത് ഏതാണ്, അതല്ലാത്തത് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. ഫ്രീ എന്ന് കിട്ടിയ മലയാളികൾ എന്തായാലും തീർച്ചയായിട്ടും ഉപയോഗിക്കും. അതിപ്പോൾ സ്ത്രീകളൊന്നും ഇല്ല, പുരുഷന്മാരൊന്നും ഇല്ല. അപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആലോചിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി വേറൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ചില സ്ത്രീകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഈ ബസ്സുകളിൽ സൗജന്യമായി ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പണം നൽകാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങാനുള്ള നിർവാഹം കണ്ടക്ടർക്കില്ല, അതിന് നിയമമില്ലല്ലോ ഇപ്പോൾ എവിടെയെങ്കിലും നിന്നപ്പോൾ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല ബസ്സിലാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് സൗജന്യ യാത്ര തുടങ്ങിയതിന് ശേഷം ബസ്സിലാണ് വരുന്നത്. ഞാൻ യാത്ര തുടങ്ങിയ ശേഷം ഇങ്ങനെ നിർബന്ധിച്ച് പണം കൊടുക്കുന്ന ആരെയും കണ്ടില്ല. പക്ഷേ കൊടുക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാനുള്ള നിർബന്ധിച്ച് പണം കൊടുക്കുന്നു എന്നല്ല, അവർ ആദ്യ ദിവസങ്ങളിലൊക്കെ അവർ പണം നിർബന്ധിച്ചല്ല, പണം കൊടുക്കാൻ അവർ തയ്യാറായി. പക്ഷെ അവർക്ക് ഒരു സൗജന്യമായി, അതായത് അനർഹമായിട്ടുള്ള ഒരു സൗജന്യമാണ്. അപ്പോൾ അത് അനർഹമായിട്ടുള്ള സൗജന്യം കൈപ്പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് അവർക്കുണ്ടായി എന്ന് പറയുന്നത്, അതായത് സ്ത്രീകൾക്ക് പോലും, ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് പോലും ഈ സൗജന്യ യാത്രയോട് യോജിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ നമുക്ക് ഇപ്പോൾ പ്രിയദർശിനി ബസ് മാറ്റി നിർത്തി സാധാ ബസ്സുകളിൽ പോകാമല്ലോ. സിറ്റി ബസ് ഉണ്ട്, അങ്ങനെയുള്ള ബസ്സുകളിൽ കയറി പോകുമ്പോൾ ആ കുറ്റബോധം. അല്ല, അത് പറയാൻ പറ്റില്ലല്ലോ. അതായത് എപ്പോഴും ആ ബസ് ഇല്ല ഉണ്ടാക്കണമെന്നില്ലല്ലോ. അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത്തരം ബസ്സുകളേ ഉള്ളൂ. അവിടെ ഈ ബസ് വരുന്നവരെ കാത്തു നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റു ബസ്സുകൾ വരുന്നവരെ മണിക്കൂറുകളിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവർ സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്ത്രീകൾക്കെന്നാണ് പറഞ്ഞത്. ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല. സ്ത്രീകൾക്കായതുകൊണ്ട് തന്നെ എല്ലാവരും പോകുന്നു. പിന്നെ ഉള്ളൊരു പ്രവണതയാണ്, അതായത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ചിലരൊക്കെ പറയും, പുരുഷന്മാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, സ്ത്രീകൾ ബസ്സിൽ കയറുന്നു, പ്രിയദർശിനി ബസ്സിൽ കയറുന്നു, അപ്പം ഫ്രീ വാങ്ങിച്ച സ്ത്രീകൾ സീറ്റ് ഫുള്ള് കയറിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരിക്കലും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഫ്രീ ആയിട്ട് നമുക്ക് റൈഡ് തരാം. അല്ല, അത് ശരിയാണോ? അതായത് നമുക്കിപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സംവരണം എഴുതി വെച്ചിരിക്കും. അതായത് വൃദ്ധർ, അംഗപരിമിതർ, കാഴ്ച പരിമിതർ, ഗർഭിണികൾ, അമ്മയും കുഞ്ഞും, സ്ത്രീകൾ, പുരുഷന്മാരെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴങ്ങനെ. മുതിർന്ന പൗരന്മാർ, അല്ലാതെ പുരുഷന്മാർക്കെന്ന് പറഞ്ഞിട്ടില്ല. പുരുഷന്മാർക്കെന്ന് പറഞ്ഞിട്ടില്ല. കണ്ടക്ടർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സ്ത്രീയല്ലേ ഒരു കുറച്ചിത് കാണിക്കേണ്ടത്. അതായത് ഇത്രയും സംവരണം ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സംവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർ എപ്പോഴും 2ാം നിരയിലുള്ളവരാണ്.
എന്നുള്ള, കാരണം ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും പുരുഷന്മാരാണെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ സ്ത്രീകൾ ആ ചെയ്യുന്നത് ശരിയാണോ? ഇപ്പൊ തന്നെ നമ്മൾ അല്ല, ഇപ്പൊ ഈ പറഞ്ഞതിന് എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. കാരണം വെച്ചാൽ ഇതേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ബസ്സിൽ കയറുമ്പോൾ ഇപ്പം ഞാൻ നോക്കിയിട്ടാട്ടോ ഇരിക്കാറ്. പണ്ടൊരു തവണ ഞാൻ പുരുഷന്മാരുടെ സീറ്റിൽ കയറി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല, ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം പുരുഷന്മാരുടെ സീറ്റ് സ്ത്രീകൾ കൈയടക്കി വെച്ച് അവരും അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. സ്ത്രീകൾ ചോദിച്ചു വാങ്ങുന്നുണ്ട് പറഞ്ഞു. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടിയ അവകാശങ്ങൾ അവർ ഉപയോഗിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇല്ല, പുരുഷന്മാര് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നു. അത് എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പല കാര്യങ്ങളിലും സമരങ്ങളിലല്ലേ ഈ പല സമരങ്ങളും നടത്തിപ്പോൾ അത് സ്ത്രീകൾക്കും കൂടെ, സ്ത്രീകൾ അതിന്റെ ഗുണഭോക്താക്കളാണല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമരം ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. സ്ത്രീകളും പങ്കെടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്, ഞാൻ പറഞ്ഞത് അതല്ല. അല്ലാതെ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും സമരം ചെയ്തായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പ്രത്യേകിച്ച് അവകാശങ്ങൾ ആരും കൊടുക്കുന്നില്ല. അവരിപ്പോ കാലാകാലങ്ങളായിട്ട് ഒരു പാട്രിയാർക്കി പോലെ അവകാശങ്ങളൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതാണ് പറഞ്ഞത്. അത് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പുരുഷന്മാരാണല്ലോ. പുരുഷന്മാർക്ക് എന്ത് അവകാശങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്? പുരുഷന്മാർക്ക് എന്ത് അവകാശമാണ് ഇല്ലാത്ത ഒരു അവകാശം ലംഘനം പറയുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നിയമം എടുത്തോ, 498A, അതായത് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം. അതൊന്ന് ഇപ്പൊ പുരുഷന്മാരുടെ ഇത് സംരക്ഷിക്കാനുള്ള ഒരിതില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 498A രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിലെ കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. അതിൽ ഒരു 5% അല്ലെങ്കിൽ 1% ആൾക്കാർ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുക. സ്ത്രീത്വം ഇപ്പോൾ എന്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ എന്തിനും ഉണ്ട്. അപ്പോൾ സ്ത്രീത്വം എന്നുള്ളതുണ്ടെങ്കിൽ പുരുഷത്വവും ഉണ്ട്. അപ്പം പുരുഷത്വം സ്ത്രീത്വം എന്ന് മാറ്റി വെച്ചാലും ഒരു വ്യക്തി, ആ വ്യക്തിത്വത്തിനാണ് അവിടെ വിഷയം. ഒരു വ്യക്തിത്വത്തെ അപമാനിക്കപ്പെടുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത്. അപ്പോൾ ആ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ വകുപ്പുള്ളൊരു രാജ്യമാണിത്. അങ്ങനെയുള്ള കേസുകളും ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് പുരുഷന്മാർക്ക് ഇത് കിട്ടുന്നത്, പ്രിവിലേജ് കിട്ടുന്നത്? ഇതിപ്പം ഇങ്ങനെ ഒരു പ്രശ്നം, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായത് എന്തായാലും പുരുഷന്മാർ ഇത് തുടർച്ചയായിട്ട് ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. എന്ത് തുടർച്ചയായിട്ട് ചെയ്ത്? ഇതുപോലെ അപമാനിക്കൽ തുടർന്നത് കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് അപ്പം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ണൂരിൽ ഒരു ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു. പക്ഷെ അത് വാർത്തകളായിട്ട് വലുതായിട്ട് ഇടുക്കിയിലാണ് അപ്പോൾ വന്നിരുന്നു. അറിയാമല്ലോ ആ കാര്യം. അതായത് അയാളുടെ ഭാര്യ ഗൾഫിലേക്ക് പോകുന്നു, അവിടെ മറ്റൊരു പുരുഷനുമായി ജീവിക്കുന്നു. പിന്നീട് നിയമപരമായിട്ട് ഇയാൾ സംരക്ഷിച്ചു പോകുന്ന ഇയാളുടെ കുട്ടിയെ കൊണ്ടുപോകുന്നു. അതിൽ മനംനൊന്ത് അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിലും തിരിച്ച് സംഭവിക്കുന്നുണ്ടല്ലോ. ഇതിപ്പം ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമല്ല ഇത്, അതിനേക്കാൾ എത്രയോ സ്ത്രീകള്. ഒരിക്കലും അല്ല, ചുരുക്കമല്ല. അത് നമ്മൾ പുറത്തറിയുന്നതാണ്. പുറത്തറിയുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ചായിരിക്കും കാരണങ്ങൾ. പക്ഷേ ഇതിനേക്കാളും എത്രയോ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നു. ശരി, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഗാർഹിക പീഡനം, എന്താണ്, സ്ത്രീധനത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിന്റെ ഒരു വലിയൊരു ശതമാനം ശരി തന്നെയാണ്. ഇതിൽ പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ ഒരിക്കലും പുരുഷന്മാരുടെ സൈഡിൽ ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ സ്ത്രീകളോട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. ഒരിക്കലും ഇന്നത്തെ സമൂഹം കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷെ ഇപ്പോൾ സ്ത്രീകളോട് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ലേ നിയമം? അല്ല, സ്ത്രീകളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നവരാണ് അവരുടെ മാതാപിതാക്കൾ, അല്ലേ? അല്ല, നാട്ടുകാരല്ലല്ലോ പറയുന്നത്. അതൊരു പാട്രിയാർക്കിയുടെ അല്ലല്ല, അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സ്ത്രീകളുടെ ഒരു കുടുംബത്തിലെ ഒരു മകൾക്ക് ഒരു വിഷയം, ഒരു കല്യാണം കഴിപ്പിച്ച് അയച്ചു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ആ മകളെ തിരിച്ചു വിളിക്കേണ്ടത്, അവൾ അവിടെ അപകടത്തിലാണ് അല്ലെങ്കിൽ അവൾക്ക് അവിടെ സമാധാനമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആ പെൺകുട്ടിയെ തിരികെ സ്വീകരിക്കേണ്ടത് ആ വീട്ടുകാരാണല്ലോ. അതെ, അതാ പറഞ്ഞത്. ഇത് പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് മാറ്റാൻ ഇനി അങ്ങോട്ട് മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അതുപോലെ തന്നെയാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ സ്ത്രീകൾ ഭയങ്കര ദുർബലയായിട്ടാണ് പണ്ട് തൊട്ട് ചിത്രീകരിച്ച് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ നിയമങ്ങളാണ് അവർക്കൊരു സപ്പോർട്ട് ഉള്ളത്. അല്ല, അത് അന്നത്തെ കാലം. അതാണ് ഞാൻ പറയുന്നത്. അത് അന്നത്തെ കാലം. സ്ത്രീകൾ ദുർബലരാണ് എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെ അടിച്ചേൽപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്ന സിസ്റ്റം അവരുടെ ഉള്ളിൽ തന്നെ ഒരു പേടിയാണ്. നമ്മൾക്ക് പ്രതികരിക്കാൻ പേടിയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു നിയമം വരുന്നത് ശരിക്കും അവർക്ക് ഉപകാരമല്ലേ? ഓൾറെഡി പുരുഷന്മാർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല.
അല്ല അങ്ങനെയല്ല, ഞാൻ ചോദിച്ചോട്ടെ, പണ്ട് കാലത്തെ കാര്യമാണ് ഇപ്പൊ അലീന പറയുന്നത്. ഈ പണ്ട് കാലത്തെ കാര്യം എന്ന് പണ്ട് കാലത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ പണ്ട് കാലത്തെ ഇത് ഈ ഒരു സിസ്റ്റം തന്നെ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവർ, നമ്മൾ പറയില്ല അങ്ങനെ, താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്നവർ മേൽജാതിക്കാരുടെ അടുത്തു നിന്ന് ഇത്ര മീറ്റർ അത് ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾ ഇത്ര മീറ്റർ, മറ്റേ ആൾ ഇത്ര മീറ്റർ, അങ്ങനെ പോകണമെന്നായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ, ഇന്നതില്ല. അങ്ങനെയുള്ള അതൊക്കെ മാറി വന്നു. അത്രയും വലിയ ദുരാചാരം പോലും മാറി വന്നു. സതി നിർത്തലാക്കി, അതുപോലെ എന്താണ് സ്മാർത്ഥ വിചാരം നിർത്തലാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർത്തലാക്കി. പക്ഷേ എന്നിട്ടും ഈ 21-ാം നൂറ്റാണ്ടിലും സ്ത്രീ പറയുന്നു ഞാൻ ദുർബലയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് മാത്രമല്ല, ഏത് മേഖല എടുത്തു നോക്കൂ, ഇപ്പോൾ ബഹിരാകാശത്ത് പോകുന്നതായ മുതൽ ഇങ്ങനെ അറ്റം താഴേക്ക് ഇടയിലുള്ള ഒരു തൊഴിലെടുത്ത് നോക്കിയാലും അവിടെ സ്ത്രീകളുടെ കയ്യിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കഴിയുന്നു? ഇന്ത്യ എന്ന രാജ്യത്ത് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഒരു കേസെങ്കിലും പുരുഷന്മാർ സ്ത്രീകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് വേറെ ഏത് രാജ്യം എടുത്താൽ എനിക്കറിയില്ല അവിടുത്തെ കാര്യങ്ങൾ. ഇന്ത്യയിലെ സെക്സ് എഡ്യൂക്കേഷൻ കുറവാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തായാലും പുരുഷന്മാര് സ്ത്രീകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു എഡ്യൂക്കേഷന്റെ കുറവുണ്ട്. അപ്പം ഇങ്ങനത്തെ നിയമങ്ങൾ ശരിക്കും ഉണ്ടായിട്ട് കൂടി അതിന് മുതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ നിയമം കൂടി ഇല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഈക്വാലിറ്റി പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ശരീഅത്ത് നിയമം ഇപ്പോഴും ഉള്ള രാജ്യങ്ങളാണ് അറബ് രാഷ്ട്രങ്ങൾ. അവിടെ ഇതേപോലെ സ്ത്രീകൾ പല സംഭവങ്ങളും പീഡനത്തിന് ഇരയാകുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യം വരാം. ഇന്ത്യയിൽ അവിടെ കർശനമായിട്ടുള്ള നിയമം, അതായത് ഇന്ത്യയിൽ എന്തായാലും വധശിക്ഷയും അതുപോലെ കഠിനമായ നിയമങ്ങളൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ 2 ആഴ്ച റിമാൻഡ്, അത് കഴിയുമ്പോൾ തിരിച്ചിറങ്ങി വരാം എന്നുള്ളൊരു ഇതാണ് ഇന്ത്യയിലുള്ളത്. ഇനി ഇന്ത്യയിലെ കാര്യം എടുത്താൽ തന്നെ ഈ പുരുഷന്മാർ ഉപദ്രവിച്ചു, അല്ല ഒരു സ്ത്രീ പുരുഷനെ ഉപദ്രവിച്ചു എന്ന് വെച്ചോ, പുരുഷന് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. അത് നമ്മൾ പുറത്തറിയുന്നില്ല. അപ്പം ഈ ഗാർഹിക പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പുരുഷന് ചെന്ന് കേസ് കൊടുക്കാനുള്ള വകുപ്പ് കൂടെ ഇല്ല. മനസ്സിലായോ? അതുപോലെ ഒരു സ്ത്രീ ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ആളെ ബസ്സിൽ വെച്ച് അപമാനിക്കുകയും ആൾ പിന്നെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. പിന്നെ അത് അത്രയും വിവാദമായതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ അതിനുശേഷവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു. ഈ കഴിഞ്ഞ മാസം തന്നെ തൊടുപുഴയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടു കാണുമല്ലോ, സ്റ്റുഡിയോയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അയാൾക്കറിയില്ല സ്റ്റുഡിയോ എന്താണെന്നുള്ള കാര്യം. അയാൾ വിചാരിക്കുന്ന സ്റ്റുഡിയോ എന്ന് കരുതിയിട്ട് സ്റ്റുഡിയോയിലേക്ക് വിട്ടു. ആ കുട്ടി അയാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടു. അയാൾ വലിയ രീതിയിൽ വിഷമത്തോടു കൂടി വീഡിയോ ചെയ്തു. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ കഴക്കൂട്ടത്ത് പോലും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ റിയർ മിററിൽ കൂടെ നോക്കിയപ്പോൾ അത് ഈ ബാക്കിലെ യാത്രക്കാരികളെ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ എടുത്തു. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീ ഇപ്പോൾ ഒരു പുരുഷനെ അടിച്ചെന്ന് വെച്ചു, വെറുതെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ കൊണ്ട് റോഡേ പോകുമ്പോൾ അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു. ഒരു പുരുഷൻ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാലും അതിനെ എടുക്കാൻ വകുപ്പില്ല. ഒന്നുകിൽ കൂടുതൽ എന്തെങ്കിലും വിളിച്ച് ഒരു വാൺ ചെയ്ത് വിടുന്നു. പക്ഷേ മറിച്ച് ഒരു സ്ത്രീ ചെന്നിട്ട് പറയുകയാണ് എന്നെ മർദ്ദിച്ചു അല്ലെങ്കിൽ എന്നെ അപമാനിച്ചു അല്ലെങ്കിൽ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞാൽ പോലും കേസെടുക്കാം. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി, അതിപ്പോൾ ഇലക്ഷൻ്റെ കാര്യത്തിലായിരുന്നാലും സർക്കാർ ജോലിയുടെ കാര്യത്തിലായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും സ്ത്രീകൾക്ക് സംവരണമുണ്ട്. മനസ്സിലായോ? ഈ സംവരണമൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ അത്തരം കാര്യങ്ങളിലേക്ക് അവർ വരാതെ ഞങ്ങൾ ദുർബലയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളല്ലേ. ദുർബലയാണെന്നല്ല, അവരെ ദുർബലയാണെന്ന് ആക്കി പഠിപ്പിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പെൺകുട്ടികളാണ് കൂടുതൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്നത് പെൺകുട്ടികളാണ്. ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യം. അവിടുന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് സംവരണം, നിയമങ്ങൾ അങ്ങനെ ഒരുപാട് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് സ്ത്രീകൾ മുന്നിലോട്ട് കയറി വന്നു. ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടല്ലോ ആണുങ്ങൾക്ക് നേർക്ക് പെണ്ണുങ്ങൾ ചെയ്തത്. അതിപ്പോൾ 100 സ്ത്രീകൾ ഇപ്പോൾ അക്രമത്തിന് ഇരയാവുന്നുണ്ടെങ്കിൽ അതിലൊരു 10% ചിലപ്പോൾ ഇതുപോലെ ഫേക്ക് കേസസ് വരുമായിരിക്കും. എന്ന് വെച്ച് സ്ത്രീകളെ അപ്പം അത് ശരിക്കും അനുഭവിക്കുന്ന അവരെ കൂടി നമുക്ക് തള്ളി പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പുരുഷനും അത് അനുഭവിക്കുന്നില്ലേ? അതാണ് എൻ്റെ ചോദ്യം. പുരുഷന്മാര് അതിന് പറ്റിയ നിയമമില്ലാത്തത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു അപകടമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകളാണ് ഇപ്പം എല്ലാ വിഭാഗത്തെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇപ്പോൾ സ്ത്രീകളൊക്കെ സമൂഹ മാധ്യമത്തിലൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 5-6 വർഷം മുമ്പ് ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് ഞാൻ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടതിന് താഴെ ഒരു സ്ത്രീ, എൻ്റെ സുഹൃത്തൂടെ ആയിട്ടുള്ള ഒരു സ്ത്രീ, ഞാൻ ആ സ്ത്രീ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ സ്ത്രീ വന്നിട്ട് അതിനെ
ഓപ്പോസിറ്റായിട്ട് അതിന് എതിർത്ത് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം ഞാൻ അവർക്ക് അതിൻ്റെതായ രീതിയിൽ മറുപടി കൊടുത്തു. നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നാൽ അതിന് മറുപടി കൊടുക്കാനുള്ള ഒരു ബാധ്യത ഈ പോസ്റ്റ് ഇടുന്ന ആളിനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സ്ത്രീ കൊടുത്തു. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 4-5 ദിവസങ്ങൾ അവർ ഇതുപോലെ രാപ്പകലെന്നില്ലാതെ ഇതിനകത്ത് നമ്മൾ അപമാനിച്ചുകൊണ്ടേയിരുന്നു. അപമാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏത് രീതിയിൽ നിങ്ങൾ എന്നോട് ബിഹേവ് ചെയ്യുന്നോ അതേ രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും. പക്ഷേ സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും കാണിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സ്ത്രീയാണ്, അപ്പോൾ സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും കാണിക്കില്ല. ഞാൻ മര്യാദയ്ക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞ് വന്ന് അവസാനം അവർ കൊണ്ടുവന്നിട്ട് ഒരു കേസ് കൊടുത്തു. പൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. ആ കേസ് കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ഇടുന്നു. ഇവർ എന്നെ ചീത്ത വിളിക്കുന്നതിൻ്റെ എല്ലാം എന്താണ് ആ പോസ്റ്റ് കമൻ്റ് ഇടും. ആ കമൻറ്റ് കുറേ പേര് കാണുമ്പോൾ ഇവർ തന്നെ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ല, അപ്പോൾ അത് ആദ്യമേ ഡിഫമേഷൻ കേസ് കൊടുക്കാമായിരുന്നില്ലേ? നമ്മൾ ഡിഫമേഷൻ കേസ് കൊടുക്കുമ്പോൾ പോലും ആ കേസ് ആർക്കെതിരെയാണോ കൊടുക്കുന്നത് അവർക്ക് അതിനുള്ള യോഗ്യത വേണ്ടേ? ഒരു യോഗ്യത വേണമല്ലോ. നമ്മളിപ്പോൾ ഒരാളെ നമ്മളിപ്പോൾ റോഡിൽ പോകുന്നു. ആ റോഡിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം അലീൻ തന്നെ പോകുമ്പോഴത്തേക്കും പട്ടികളൊക്കെ വഴി കിടക്കുന്നുണ്ടല്ലോ, എണീറ്റ് നിന്ന് കുറയ്ക്കും. ആ കുറയ്ക്കുമ്പോഴത്തേക്കും തിരിച്ചു കുറയ്ക്കുമോ? ഇല്ലല്ലോ, അങ്ങോട്ട് പോവില്ലേ ഉള്ളൂ. അത് കടിക്കാൻ വരികയാണെങ്കിൽ അല്ലേ കല്ലെടുത്തെറിയുള്ളൂ, അല്ലേ? അത് തന്നെയാണ്. അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ എല്ലാവരും നമ്മളെ ചോദ്യം ചെയ്യാൻ വരുന്നു, നമ്മളെ തെറി വിളിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെല്ലാം മറുപടി കൊടുക്കാൻ പറ്റും. അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ. അല്ല, അങ്ങനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടല്ലേ അവർ കൊടുത്തത്. അവർക്ക് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചിരിക്കുന്ന അധിക നിയമ പരിരക്ഷയെ ഇതേപോലെയുള്ള കുറേ പേർ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് പ്രിയദർശിനി ബസ്സിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ തന്നെ നിർത്താം. എന്തായാലും ഈ പ്രിയദർശിനി ബസ്സിന് സൗജന്യ യാത്ര പല സ്ത്രീകളും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നു. പിന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് സാമ്പത്തികമായി വളരെ കടബാധ്യത ആയി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്തരത്തിലൊരു ഇത് വേണ്ട എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു. ഈ സൗജന്യം കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു അപകർഷതാബോധം ചിലപ്പോൾ തോന്നും, പലർക്കും തോന്നും. എന്താണ്, ഞാനും പുരുഷനെ പോലെയല്ലേ, പിന്നെ എന്തിനാ എനിക്ക് മാത്രം എന്നുള്ളൊരു ഉണ്ടാകാൻ സാധ്യതയില്ലേ സ്ത്രീകൾക്ക്? അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു കുറ്റബോധം തോന്നണം. അങ്ങനെ ഗവൺമെന്റ് ടാക്സ് കൊടുത്തിട്ട് ഫീസ് കൊടുക്കാതെയല്ല പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് തോന്നണം. അങ്ങനെ പല സെക്ടറിലുള്ള ആളുകൾക്ക് തോന്നണ്ടേ? അല്ല, അവിടെയാണ് വിഷയം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഓൾട്ടോ കാറുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇപ്പോൾ എന്താണ് അതിനുള്ള മുകളിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ രീതിയിൽ കഴിവുള്ളവർ ഒരിക്കലും KSRTC ബസ്സിൽ കയറി പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്. ഇത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകളും ഇത്ര രൂപ മാറ്റി വെക്കാം ഒരു മാസം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന. അവർക്ക് ഇത് ഗുണമാണ്. ഇതിനിടയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥ എനിക്ക് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കശുവണ്ടി തൊഴിലാളികൾ അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് പോകുന്നവർ ഇതുപോലെ ഈ ആശാവർക്കർമാരൊക്കെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ എന്താണ് ഈ ഹരിത കർമ്മസേന അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ ഒന്നുകിൽ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് തന്നെ എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ പെൻഷൻ ആയി കഴിഞ്ഞവർക്കല്ല, ഈ സാധാരണ യഥാർത്ഥത്തിൽ ഈ കൂലിപ്പണിക്കാരായ ആൾക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ടല്ലോ കൂടുതൽ പേര്. അവർക്ക് പെൻഷൻ എന്ന് പറയുന്ന ഇതില്ല. അവർക്ക് എപ്പോഴാണോ ജോലി ചെയ്യാൻ വയ്യാതെ തളർന്നു വീഴുന്നത് അതാണ് അവരുടെ പെൻഷൻ പ്രായം. ഇപ്പം മറ്റേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 55-56 വയസ്സ് വരെ അവർക്ക് ജോലി ചെയ്യാം. പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും അതിൻ്റേതായ രീതിയിൽ ജോലി ചെയ്യാം. അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ആനുകൂല്യവും കിട്ടും. പക്ഷേ ഒരു സാധാരണ ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എന്നാണോ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ അവർ തളർന്നു വീഴുന്നത് അതാണ് അവരുടെ പെൻഷൻ പ്രായം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്നാണ്. വിദ്യാർത്ഥികൾക്കും കൊടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം. പ്രൈവറ്റ് സ്കൂളിൽ അതായത് പിന്നെ 10,000 ലക്ഷങ്ങളും ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ടിക്കറ്റ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ, അതായത് അധികാരം നമുക്ക് പിടിച്ചെടുക്കാം, കൂടുതൽ ജനപ്രീതി കിട്ടും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇത്തരം മുന്നും പിന്നും നോക്കാതെയുള്ള ഈ സൗജന്യ യാത്ര പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അത് ഒരു വിഭാഗം ഇഷ്ടപ്പെടും. പക്ഷെ അത് തിരിച്ചടിക്കും. അത് സാമ്പത്തികപരമായി ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഒരു പഠനം നടത്തണമായിരുന്നു. ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെടുമെന്നൊരു പഠനം നടത്തണമായിരുന്നു. തീർച്ചയായിട്ടും അവർ പഠനം നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൊടുത്തു. ഒരാൾക്കും പ്രതിപക്ഷത്തിന് പോലും എതിർക്കാൻ കഴിയില്ല. ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് എതിർക്കാം, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും എതിർക്കാൻ പറ്റും. എന്തിനാണ് ഇത് സർക്കാർ ചെയ്യുന്നത്? എന്തിനാണ് സർക്കാരിന് ഇപ്പോൾ
ഒരു ഇത് ചെയ്യുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ ആനുകൂല്യം കൈപ്പറ്റുന്ന സ്ത്രീകളെല്ലാം സർക്കാരിന് അടുത്തും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ചെയ്തത്. പക്ഷേ ഇതുപോലെയുള്ള മുന്നും പിന്നും നോക്കാതെയുള്ള പരിഷ്കാരങ്ങൾ ഒരുപാട് തിരിച്ചടിക്കുമെന്നുള്ള കാര്യം കൂടി ഇതിലൂടെ ഈ പ്രിയദർശിനി സൗജന്യ യാത്രയിലൂടെ തെളിയുകയാണ് എന്നുള്ളതാണ്.